ഇന്നത്തെ ദിവസം പരിശുദ്ധമായ റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ നേതാവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലോകത്തെ എല്ലാ അമ്പിയാക്കളുടെയും ഇമാമായി നിസ്കരിച്ച ദിവസമാണ് മിഅ്റാജിന്റെയും ഇസ്രാഇന്റെയും പരിശുദ്ധമായ ദിവസം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കൂട്ടിക്കൊണ്ടുപോയതും ബൈത്തുൽ മുഖദ്ദസിലെത്തുന്ന നേരത്ത് എല്ലാ അമ്പിയാക്കളും ചേർന്ന് അവിടുത്തെ സ്വീകരിച്ചതുമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആ യാത്രയുടെ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു നബിക്കോ ഒരു മലക്കിനോ ചെന്നു ചേരാൻ കഴിഞ്ഞിട്ടില്ലാത്ത അത്ഭുതങ്ങളുടെ ലോകം മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ തുറന്നു കിടന്ന രാത്രിയാണ് മിഅ്റാജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയ ആ മഹാഭാഗ്യം ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനും ലഭിച്ചിട്ടില്ല. സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും കയറി ചെല്ലാൻ പറ്റാത്ത ഇടത്തേക്കാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്തത്. ആകാശത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഉയർന്ന സ്ഥലം ബൈത്തുൽ മുഖദ്ദസിന്റെ മസ്ജിദുൽ അഖ്സയുടെ ചിത്രം നമ്മൾ കാണുമ്പോൾ ബൈത്തുൽ മുഖദ്ദസിന്റെ മേലെ സ്വർണ്ണവർണ്ണമുള്ള ഒരു നല്ല താഴികക്കുടം, ഒരു കുബ്ബ കാണാം. ആ കുബ്ബയുടെ താഴെ ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ മേലെ നിന്നുകൊണ്ടാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് ഉയർന്നത്. ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് ഇപ്പോഴും ബുറാഖിനെ ബന്ധിച്ചിരുന്ന കണ്ണി കാണാം. ഇസ്രാഇന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂൽ ബുറാഖിനെ ബന്ധിച്ചിരുന്ന കണ്ണി ഇപ്പോഴും ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ആ മനോഹരമായ കുബ്ബയുടെ താഴെയുള്ള ആ പാറയുടെ മേലെ നിന്നുകൊണ്ടാണ് ആകാശത്തേക്ക് ഉയർന്നത് എന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ യാത്രയിൽ സയ്യിദുന നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം മുതൽ മഹാന്മാരായ പ്രവാചകന്മാരെ ഓരോ ആകാശത്തു വെച്ചും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുമുട്ടി. മഹാനരായ സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാമിനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അന്ന് രാത്രിയിൽ കണ്ടുമുട്ടുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ട സംഭവം വലഖദ് ആതൈനാ മൂസൽ കിതാബ് ഫലാ തകുൻ ഫീ മിരിയത്തിൻ മിൻ ലിഖാഇ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹായം ഈ ഉമ്മത്തിന് ലഭിച്ചിട്ടുണ്ട്. 50 വഖ്ത് നിസ്കാരവും കൊണ്ടുവരുമ്പോൾ മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഇത് അങ്ങയുടെ ഉമ്മത്തിന് ഭാരമാണ് നബിയെ. 5 വഖ്തായി കുറയ്ക്കുവാനുള്ള ഇടപെടൽ നടത്തിയത് കാലങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടുപോയ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്രയോ കാലം മുമ്പ് ജീവിച്ചിരുന്ന സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമാണ്. മഹാന്മാരായ മുൻഗാമികൾ സഹായിക്കുമോ? സഹായിക്കും. മരണത്തിനു ശേഷം അവരുടെ സഹായം നമുക്ക് ലഭിക്കുമോ? ലഭിച്ചതിന്റെ തെളിവാണ് 5 വഖ്ത് നിസ്കാരം. 50 അത് 5 ചുരുക്കി കിട്ടിയത് ഹബീബായ നബി തങ്ങൾക്ക് മുമ്പേ നടന്ന സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ ഇടപെടലാണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ മുൻഗാമികളായ സാലിഹീങ്ങൾ, മുൻകഴിഞ്ഞു പോയവരുടെ സഹായം, ആ സഹായം മരണത്തോടുകൂടി നിലച്ചു പോകുന്നില്ല. അവിടെയൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ സഹായിച്ചത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രിയിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. വിശാലമായി ഞാൻ പല സന്ദർഭങ്ങളിലും അത് അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട്, പലതും ഇന്റർനെറ്റിലും മറ്റുമൊക്കെ കേൾക്കാനുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ രാത്രിയിൽ ധാരാളം കാഴ്ചകൾ അള്ളാഹുവിന്റെ റസൂൽ കണ്ടു. അമ്പിയാക്കളെ കണ്ടു, സാലിഹീങ്ങളെ കണ്ടു. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വർഗം കാണുകയാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. അതിന്റെ അഹ്ലുകാരെ കാണുകയാണ്, സ്വർഗവാസികളായ മനുഷ്യരെ കാണുകയാണ്. അതുപോലെ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകവാസികളെയും കാണുകയാണ്. നരകത്തിന്റെ മുമ്പിലെത്തുന്ന ആ രംഗം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിന്റെ മുമ്പിലെത്തുന്ന നേരത്ത് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേങ്ങാൻ തുടങ്ങുന്നു. ഹബീബായ നബി തങ്ങൾ തേങ്ങിക്കരയാൻ തുടങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ്, അങ്ങ് കരയുന്നത് എന്തിനാണ് നബിയെ? അങ്ങ് നരകം കണ്ട നേരത്ത് സങ്കടപ്പെടുന്നത് എന്തിനാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ ഉമ്മത്തിനെ എനിക്ക് ഓർമ്മ വരികയാണ് ജിബ്രീൽ. എന്റെ ഉമ്മത്തിനെ കുറിച്ചുള്ള ഓർമ്മയാണ് എന്നെ കരയിപ്പിക്കുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അങ്ങോട്ട്
അങ്ങോട്ട് നരകത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, അള്ളാഹുവിന്റെ അദാബ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന പല മനുഷ്യരെയും കണ്ടു. അതിലൊരു വിഭാഗം ആളുകളെ കാണുകയാണ്. അവരുടെ പ്രത്യേകത എന്താണ്? വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരു സ്ഥലത്ത് തയ്യാറാക്കി വച്ചിരിക്കുന്നു. നല്ല സ്വാദിഷ്ടമായ മാംസം ഒരു സ്ഥലത്തുണ്ട്. അതിനു ചുറ്റും ആ ഭക്ഷണത്തിന്റെ സുഗന്ധമുണ്ട്. നല്ല മനോഹരമായി തയ്യാറാക്കിയ മനോഹരമായ ഭക്ഷണം ഒരു സ്ഥലത്തിരിക്കുന്നു. അതിൻ്റെ മറുഭാഗത്ത് വളരെ മോശപ്പെട്ട ഭക്ഷണം, ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണം. അതിൽ നിന്ന് പുഴുക്കൾ ഞൊരയ്ക്കുന്നുണ്ട്. അതിൻ്റെ ദുർഗന്ധം വല്ലാതെ അടിച്ചു വീശുന്നുണ്ട്. ഈ നല്ല ഭക്ഷണം അവിടെ മാറിയിരിക്കുന്നു. എന്നാലോ ഒരു പറ്റം ആളുകൾ ഈ മോശപ്പെട്ട ഭക്ഷണത്തിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നല്ല ഭക്ഷണം, അതിൻ്റെ സുഗന്ധം, നല്ല മനോഹരമായി തയ്യാറാക്കപ്പെട്ട വിഭവങ്ങൾ. ഒരു ഭാഗത്ത് ദുർഗന്ധം വമിക്കുന്ന, അതിൽ നിന്ന് പുഴുക്കൾ ഞൊരയ്ക്കുന്ന, അതിൽ നിന്ന് ദുർഗന്ധം വരുന്ന ഭക്ഷണം. അതിലേക്ക് ആളുകൾ ഓടിച്ചെന്ന് അതിൽ നിന്ന് കഴിക്കുകയാണ്. അവരാരാണ്? ജിബ്രീൽ. അവരാരാണ്? ജിബ്രീൽ. ഉടനെ മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹൗലാഇ الذين يتركون الحلال ويأكلون الحرام. അവർ ഹലാലിനെ ഉപേക്ഷിച്ചവരാണ് നബിയെ, ഹറാമ് തിന്നവരാണ് നബിയെ. അവരാണ് നാളെ പരലോകത്ത് നരകത്തിൽ അതാ പുഴുക്കൾ വരുന്ന ഭക്ഷണം കഴിക്കുന്നത്, ദുർഗന്ധമുള്ള ഭക്ഷണം കഴിക്കുന്നത്. അവരുടെ മറുഭാഗത്ത് നല്ല ഭക്ഷണമുണ്ടെങ്കിലും അത് കഴിക്കാതെ ഈ മോശപ്പെട്ട ഭക്ഷണം വാരി കഴിക്കുന്നവരുണ്ടല്ലോ. യത്രുകൂനൽ ഹലാൽ വയഅകുലൂനൽ ഹറാം. വല്ലാതെ നമ്മെ ചിന്തിപ്പിക്കേണ്ട വർത്തമാനമാണത്. ഹലാലായ ഭക്ഷണം അവർക്ക് അല്ലാഹു തആല നൽകിയിരുന്നു. മാന്യമായി ജീവിച്ചു പോകാനുള്ള അവസരം അല്ലാഹു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർ ഹറാമിലേക്കാണ് തിരിഞ്ഞത്. ഹറാമിന്റെ ഭക്ഷണമാണ് അവർ കഴിച്ചത്. ഹറാമിൽ നിന്നാണ് അവർ പങ്കുപറ്റിയത്. എന്നാൽ ഓർത്തോ, അതിവിടം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല. നാളെ പരലോകത്ത് മോശപ്പെട്ട ഭക്ഷണം, നരകത്തിന്റെ ഭക്ഷണം, അതിൽ നിന്ന് വരുന്ന പുഴുക്കളും അതിൻ്റെ ദുർഗന്ധവും അനുഭവിച്ചുകൊണ്ട് വാരി കഴിക്കേണ്ട ഗതി വരുന്നതാരാണ്? ഹലാലിനെ ഉപേക്ഷിച്ച് ഹറാമ് വാരി വിഴുങ്ങിയവരാണ് നബിയെ. പറഞ്ഞു കൊടുക്കുന്നു സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. നിങ്ങൾ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കാനല്ല ഖുർആൻ പറഞ്ഞത്, സമ്പത്തുണ്ടാക്കാനല്ല ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതിൽ നിന്ന് കഴിക്കൂ എന്നാണ്. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹ്. കുലൂ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. അമ്പിയാക്കളോട് ഖുർആൻ പറയുന്നില്ലേ, ഓ പ്രവാചകന്മാരെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതിൽ നിന്ന് കഴിക്കൂ. വഅമലൂ സാലിഹാ. ഹറാമായ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല. ഞാനിത് പറയാനുള്ള കാരണം, പല നിലയിലും ഹലാലും ഹറാമും കൂടിക്കലർന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തി വായിക്കുമ്പോൾ, നമ്മുടെ പരിസരത്ത് നിങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന മീറ്റിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ പള്ളിയിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന രീതിയിൽ ബംഗാൾ കോളനിയുമായി ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥമായ ചർച്ചകളൊക്കെ കേൾക്കുന്നുണ്ടാവും. അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ പല വാടക കെട്ടിടങ്ങളിലും ലഹരി കച്ചവടങ്ങൾ നടക്കുന്നു, പലയിടങ്ങളിലും മാംസക്കച്ചവടങ്ങൾ നടക്കുന്നു. ആലോചിച്ചു നോക്കൂ, ആരായിരുന്നു നമ്മുടെ മുൻഗാമികൾ? നമ്മുടെ മുൻഗാമികൾ ആരായിരുന്നു? അവരുടെ ജീവിതം അധ്വാനിച്ച് പല കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഏർപ്പെട്ടിരുന്ന മുൻഗാമികളുടെ പിൻഗാമികളാണ് നമ്മൾ. മാംസക്കച്ചവടത്തിന്റെ പങ്കുപറ്റി ജീവിക്കണോ എന്ന് നാം ഓരോരുത്തരും തീരുമാനിക്കേണ്ട സമയമാണ്. ലഹരി കച്ചവടത്തിന്റെ പങ്കുപറ്റി അതിൽ നിന്ന് ലാഭം കൊയ്യണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമാണ്. നമ്മളൊക്കെ എത്ര നാടുകളിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ സ്ഥലങ്ങളിൽ കച്ചവടത്തിനും അതുപോലെ ബിസിനസ്സുകൾക്കും പോകുന്നു. ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകളില്ലേ, അവിടെ ചെന്നാൽ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചാണ് അവിടെ താമസിക്കുക. അവിടെയുള്ള ആളുകളുടെ കൾച്ചറിനെ മാനിച്ചുകൊണ്ടാണ് താമസിക്കുക. നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളികളെ ആവശ്യമുണ്ട്. നമ്മുടെ ഏരിയകളൊക്കെ, നമ്മുടെ ബിസിനസ്സുകളൊക്കെ ഡെവലപ്പായി വരണം. അതിന്റെ അർത്ഥം അവർക്ക് എല്ലാ തിന്മകളും ചെയ്യാനുള്ള അവസരം തുറന്നിട്ട് കൊടുക്കണമെന്നല്ല.
ഞാനിത് പറയുന്നത് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടല്ല, അറിഞ്ഞ വിഷയങ്ങൾ, പഠിച്ച വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മുടെ കടകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ വാടകയ്ക്ക് കൊടുക്കാം, അതിന് മാന്യമായ വാടക വാങ്ങാം, അത് ഓരോരുത്തരുടെയും താല്പര്യമാണ്. പക്ഷേ അതിന്റെ മറവിലൂടെ നടക്കുന്ന ഹറാമുകൾ, വ്യഭിചാരങ്ങൾ, ലഹരി കച്ചവടം, ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കരുത്. അതിലൂടെ കിട്ടുന്ന പൈസയാണ് നമ്മുടെ പോക്കറ്റിലേക്ക് വരുന്നതെങ്കിൽ ആ പൈസയും കൊണ്ട് എത്ര സുജൂദ് ചെയ്തിട്ടും കാര്യമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടില്ല. ചില ആളുകൾക്ക് അങ്ങനെ വിചാരമുണ്ട്, ഹറാമായ സമ്പത്തിന് സദഖ കൊടുത്താൽ സദഖ സ്വീകരിക്കില്ല, സക്കാത്ത് സ്വീകരിക്കില്ല, സുജൂദ് പോലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. എത്ര കുത്തിമറിഞ്ഞാലും ഈ മാംസക്കച്ചവടത്തിന്റെ പങ്കുപറ്റിയിട്ട് പള്ളിയുടെ 1-ാം സഫിൽ വന്ന് എത്ര തലകുത്തി വീണാലും അല്ലാഹു സ്വീകരിക്കുകയില്ല. നിന്റെ സമ്പത്ത് ഹലാലായ സമ്പത്തായിരിക്കണം. എന്നോട് ആർക്കും വിഷമമൊന്നും തോന്നരുത്, കാരണം കഴിഞ്ഞ കുറെ മാസങ്ങളായി ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇതൊക്കെ നമ്മുടെ പരിധിയിലാണല്ലോ. നമ്മൾ വിചാരിക്കുന്നുണ്ടോ അല്ലാഹു തആല നമ്മെ വെറുതെ വിടുമെന്ന്? അതിന്റെ അർത്ഥം അവിടെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യണമെന്നോ കയ്യൂക്കുകൊണ്ട് അടിച്ചമർത്തണമെന്നല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നന്മയിലേക്ക് അവരെ വഴി നടത്തുക എന്നുള്ളത്. നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മൾ വാടകയ്ക്ക് കൊടുത്ത ഇടങ്ങളിൽ ഹറാമുകൾ നടക്കരുത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഇല്ലയോ, എന്റെ ഉമ്മത്തിനൊരു കാലം വരാനുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്, യഅതി സമാനുൻ അലാ ഉമ്മത്തി, ആ കാലത്തോ ആളുകൾ സമ്പാദിക്കും, ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ എന്നറിയാതെ സമ്പത്ത് വാരിക്കൂട്ടാൻ ആളുകൾ നെട്ടോട്ടം ഓടുന്ന കാലം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് അല്ലയോ. ആ കാലഘട്ടത്തിൽ ഹറാമാണോ ഹലാലാണോ എന്ന് ചിന്തിക്കാതെ പൈസ കിട്ടിയാൽ മതി എന്ത് തോന്നിവാസങ്ങൾക്കും കൂട്ടുനിന്നു കൊടുക്കാമെന്ന് പറയുന്ന ആളുകളുടെ കാലം എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾ ഈ അടുത്ത സമയങ്ങളിൽ ഇറങ്ങിയ പത്രമാധ്യമങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഡിസംബറിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ, അതുപോലെ ഹിന്ദുവിൽ ഒക്കെ വന്ന റിപ്പോർട്ടുകൾ കാണാം. നമ്മുടെ നാട്ടിൽ നിന്ന് നിരന്തരമായി മയക്കുമരുന്നുകൾ പിടിക്കപ്പെടുന്നതിന്റെ വർത്തമാനം നമ്മുടെ ചുറ്റുപാടും ഇറങ്ങുന്ന പത്രങ്ങൾക്ക് പുറമെ നാഷണൽ മീഡിയകളിൽ, ലോകം ശ്രദ്ധിക്കുന്ന പത്രമാധ്യമങ്ങളിലൊക്കെ വരികയാണ്. ഡിസംബർ 5-ന്, ഡിസംബർ 20-നൊക്കെ വന്ന വാർത്തകൾ, ഓരോ ദിവസവും വരുന്ന വാർത്തകൾ, അതൊന്ന് സോർട്ട് ചെയ്ത് നമ്മൾ വായിച്ചു നോക്കും. അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്താകുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ, നമ്മുടെ അടുത്തൊരു തലമുറയുടെ ജീവിക്കേണ്ടതല്ലേ? ജീവിക്കുന്ന നാടിന് ഇസ്സത്തുണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ജീവിക്കുന്ന നാട് എവിടെയാ ജീവിക്കുന്നത്? ജീവിക്കുന്ന പ്രദേശം ഇസ്സത്തുള്ള പ്രദേശമായി മാറണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും നിയ്യത്താകണം. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ഈ അടുത്ത സമയത്ത് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓരോ മാസവും പുതുതായി 100 HIV കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എയ്ഡ്സുമായി ബന്ധപ്പെട്ട പുതിയ 100 കേസുകൾ. അതിന്റെ കണക്ക് വളരെ മേലേക്കാണ് പോകുന്നത്. 15 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് അതിൽ കൂടുതലും. 15 വയസ്സിന് 24 വയസ്സിനിടയിലുള്ള ആളുകൾ. നിങ്ങൾ വിചാരിക്കുന്നത് ഈ കോളനിയിൽ കച്ചവടം നടത്തുന്നതും, അത് മാംസക്കച്ചവടമാകട്ടെ ലഹരിയാകട്ടെ, അതിന്റെ ഉപയോക്താക്കൾ അവർ മാത്രമാണ് എന്നാരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ തെറ്റാണ്. ഈ പരിസര കോളേജുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കോതമംഗലത്തും മൂവാറ്റുപുഴയിലും ആലുവയിലുമൊക്കെയുള്ള ആളുകൾ ലഹരി അന്വേഷിച്ച് മലബാറിൽ നിന്ന് മറ്റുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, 16, 15, 18, 20 വയസ്സുള്ള ഡിഗ്രിക്ക് പഠിക്കുന്ന, ഹയർ സെക്കൻഡറിയിൽ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ കോളനികളിലേക്ക് വരുന്നത്. നമ്മുടെ സമൂഹം ഈ വ്യഭിചാരങ്ങൾ അധികരിക്കുന്നതിലൂടെ നമ്മുടെ സമൂഹം തകർന്നു പോകും. മുൻഗാമികളുടെ ചരിത്രം അതിന് പാഠമാണ്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. സയ്യിദുനാ മൂസാ നബി അലൈഹി സലാമിന്റെ ജനതയെ എങ്ങനെ തകർക്കും, അവരിലേക്ക് പെണ്ണുങ്ങളെ അഴിച്ചുവിടൂ എന്ന് അക്കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞു. അതുപോലെ ഈ വ്യഭിചാരം വർദ്ധിക്കുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ മാനം തകർന്നു പോകും, നാടിന്റെ ഇസ്സത്ത് വീണുപോകും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ മക്കളെ നമ്മൾ നിയന്ത്രിക്കുകയും ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ, നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, 2,35,000 അന്യസംസ്ഥാന തൊഴിലാളികൾ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്.
75% മുസ്ലിങ്ങളാണ്. ഒറീസയിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളുണ്ട്. അതുപോലെ ഹിന്ദുക്കളായ സഹോദരങ്ങൾ പല സ്റ്റേറ്റുകളിൽ നിന്ന് വന്നവരുണ്ട്. ഞാൻ വായിക്കുന്ന ഔദ്യോഗിക കണക്കുകളാണ്. മുഅ്മിൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് തെറ്റുകളെ തടയുക എന്നുള്ളത്. സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ പറയുന്നുണ്ട്, തെറ്റു കണ്ടിട്ട് തടയാത്തവരെ ഈസാ നബി അലൈഹിസ്സലാം ശപിച്ചിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തെറ്റുകൾ കാണുന്ന സമയം നിങ്ങളുടെ കൈകൾ കൊണ്ട് അത് തടയുക. നിങ്ങളുടെ നാവുകൊണ്ട്, ചെവി കൊണ്ട്, നിങ്ങളുടെ അവയവങ്ങൾ കൊണ്ട് എങ്ങനെയാണോ അതിനെ തടയാൻ പറ്റുന്നത് തടയുക, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയമായി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അൽഹംദുലില്ലാ മീറ്റിങ്ങുകൾ, യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളൊക്കെ നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധമായ റമളാനാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. റജബ് മാസം ഇതാ നമ്മിൽ നിന്ന് യാത്ര പറയുകയാണ്. നമ്മുടെ ആരുടെയെങ്കിലും ഉത്തരവാദിത്തത്തിലുള്ള കെട്ടിടങ്ങളിലൊക്കെയും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കുക, നാം ഈ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. അത് എൻ്റെ വാക്കല്ല, പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനിച്ച മഹാന്മാരായ മുൻഗാമികളുടെ വാക്കാണ്, ഖുർആനിന്റെ ശൈലിയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം നന്നാക്കിയെടുത്ത് അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കി നമ്മുടെ നാടിന്റെ ഇസ്സത്തിനാണ്, നമ്മുടെ തലമുറകളുടെ നിലനിൽപ്പിനാണ്, നമ്മുടെ മക്കളുടെ ഭാവിക്കാണ് ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവുക. ഈ സാമൂഹിക തിന്മകൾക്കെതിരെ ശക്തമായി ഓരോരുത്തർക്കും എന്താണോ ചെയ്യാൻ കഴിയുന്നത്, ക്ലബ്ബുകൾക്ക്, സാമൂഹിക പ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക്, അതുപോലെ പഞ്ചായത്തുകളിൽ ഉത്തരവാദിത്തമുള്ളവർക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നതൊക്കെയും ചെയ്തുകൊണ്ട് ഈ പോരാട്ടത്തിൽ പങ്കുചേർന്ന് നമ്മുടെ നാടിനെ, നമ്മുടെ മണ്ണിനെ, നിങ്ങളുടെ നാടിനെ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുറങ്ങുന്ന മണ്ണിനെ, അതോടൊപ്പം ആത്മീയമായി ചിന്തിക്കുക. വ്യഭിചാരം ഒരു സമൂഹത്തിൽ അധികരിച്ചു വന്നാൽ അവരെ അല്ലാഹു തആല പലവിധം രോഗങ്ങൾ കൊണ്ട് ശിക്ഷിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേരറിയാത്ത രോഗങ്ങൾ കൊണ്ട് ശിക്ഷിക്കപ്പെടും. പേരറിയാത്ത രോഗങ്ങൾ കൊണ്ട് സമൂഹത്തിൽ വ്യഭിചാരം വർദ്ധിച്ചാൽ അവരിലേക്കുള്ള നിഅമത്തുകളും റഹ്മത്തുകളും തടയപ്പെടും. കച്ചവടങ്ങൾ പാളീസാകും, താഴെ വരും. അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് അഹങ്കാരം കാണിക്കാൻ തുടങ്ങിയോ തീർച്ചയായും അതിനെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസവും ഒരു സമയവും വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നല്ല തികഞ്ഞ ബോധമുള്ളവരായി റമളാനിന് മുമ്പ് നാട് നന്നാക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം. അതിന് പള്ളിയിലെ ഉസ്താദ് മാത്രം പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ വലിപ്പം മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി നന്നായി ഒത്തൊരുമയോടുകൂടി നമുക്കൊക്കെയും മുന്നോട്ട് പോകാൻ കഴിയണം.